ഈ 2026 ഏതെങ്കിലും പൂച്ചാണ്ടി ഏജൻസിക്കാർ നിങ്ങളോട് പറയാണ് ലാംഗ്വേജ് ഇല്ലാണ്ട് ഒരു ബ്ലൂ കോളർ ജോബ് ജപ്പാനിൽ വിസ ശരിയാക്കി തരാം, ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവന്നിട്ട് അത് ഒരു വർക്ക് വിസയിലാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കരുത്, ചതിയാണ്. കാരണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതുവരെയ്ക്കും അങ്ങനെ കുറച്ച് കലാപരിപാടികൾ നടന്നിരുന്നു. എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ഇന്റർനാഷണൽ സർവീസസ് എന്ന് പറഞ്ഞ ഒരു വൈറ്റ് കോളർ ജോബ് വിസ, അതിലെ ചില പഴുതുകളൊക്കെ ഉപയോഗിച്ച് ഫാക്ടറി ജോബ്, കൺസ്ട്രക്ഷൻ ആൾക്കാർ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതിപ്പോൾ റൂൾസ് മാറി, റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയി. സോ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല. ഒരു സായിപ്പനോ ഒരു ബ്രിട്ടീഷുകാരനോ ഇവിടെ വന്നിട്ട് കൃഷിയോ കെട്ടിടമണിയോ ചെയ്യില്ല. അതുപോലത്തെ ബ്ലൂ കോളർ ജോബ്സ് എല്ലാം ചെയ്യുന്നതും അതുപോലത്തെ കമ്പനീസ് വെച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ജപ്പാൻകാരാണ്. ഇവിടെ 93% ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കില്ല, ജാപ്പനീസ് മാത്രമേ സംസാരിക്കുള്ളൂ. സോ അതുകൊണ്ട് ലാംഗ്വേജ് ഇല്ലാണ്ട് N4 ലെവൽ ഇല്ലെങ്കിൽ JFT A2 ലെവൽ ലാംഗ്വേജ് ഇല്ലാണ്ട് ബ്ലൂ കോളർ ജോബ് എന്ന് പറഞ്ഞൊരു സംഭവം ലീഗലി പോസിബിൾ അല്ല. ഇല്ലീഗലായിട്ട് ഇനി വേറെ വല്ല വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ സ്റ്റേ അവേ ഫ്രം. ചതിയാണ്. ഇവിടെ വന്നിട്ട് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും. ഇങ്ങനെ വന്ന് പെട്ടുപോകരുത്. വെറുതെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ പൈസയൊക്കെ പോകും. ഇതൊരു GCC കൺട്രി അല്ല ടൂറിസ്റ്റ് വിസ വന്നിട്ട് വർക്ക് വിസ ആക്കാൻ. അത് നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെ ആരും ഇംഗ്ലീഷ് സംസാരിക്കില്ല, അതടുത്ത കാര്യം. സോ ഇതുപോലത്തെ ചതികളിലൊന്നും പോയി പെടാണ്ടിരിക്കുക. ലാംഗ്വേജ് പഠിച്ചിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. സ്മാർട്ടായിട്ടിരിക്കുക, മണ്ടത്തരങ്ങൾ ചെയ്യാണ്ടിരിക്കുക. താങ്ക് യു.